പ്രധാന പോയിന്റുകളിലൊക്കെ തന്നെയും സംഘർഷ സാധ്യത നിലനിൽക്കുന്നുവെന്നും പ്രവർത്തകർ കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ യുദ്ധസ്മാരകത്തിന് മുന്നിൽ നിന്നും സാലി മുഹമ്മദ് സാലി യുവമോർച്ചയുടെ പ്രതിഷേധം LDF പ്രവർത്തകർക്കൊപ്പം തന്നെ അത്രമാത്രം ശക്തമായാണ് യുവമോർച്ച പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ നേതാക്കൾ, എത്രമാത്രം പ്രവർത്തകർ, ഏതു തരത്തിലേക്കാണ് പ്രതിഷേധത്തിന്റെ സ്വരവും ശക്തിയും? പ്രദീപ്, എല്ലാ ഒരുക്കങ്ങളും യുവമോർച്ചയും നടത്തിയിരിക്കുന്നു. ഇടതുമുന്നണിക്ക് സമാന്തരമായി എന്ന് തന്നെ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ പ്രധാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ തന്നെ ഇപ്പോൾ യുദ്ധസ്മാരകത്തിന് മുന്നിൽ യുവമോർച്ച പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് യുവമോർച്ച പ്രവർത്തകർ എത്തുമെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും KM മാണിയോ മറ്റു മന്ത്രിമാരെയോ നിയമസഭയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന കർശന നിലപാടിൽ തന്നെയാണ് യുവമോർച്ച. നമ്മോടൊപ്പം BJPയുടെ വക്താവ് VV രാജേഷ് ചേരുന്നു. രാജേഷ്, നമസ്കാരം. എന്താണ് നിങ്ങളുടെ ഒരുക്കങ്ങൾ? ഇപ്പോൾ എങ്ങനെ ആരംഭിക്കുന്നു സമരം? കേരള ജനതയെ വിറ്റുതുലച്ച് ബഡ്ജറ്റിനെ നേരത്തെ തന്നെ ചോർത്തി കൊടുത്ത ശ്രീ KM മാണിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കുവാൻ യാതൊരു കാരണവശാലും അനുവദിക്കുകയില്ല എന്നുള്ള യുവമോർച്ച പ്രഖ്യാപിച്ച നിലപാട് ശക്തമായി തുടരുകയാണ്. ഏറ്റവും രസകരമായ സംഗതി, ഇന്ന് രാത്രിയാണ് യുവമോർച്ച സമരം തീരുമാനിച്ചിരുന്നതെങ്കിലും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ യുവമോർച്ച പ്രവർത്തകർ ഈ നിയമസഭാ കവാടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കേരള ജനതയുടെ ഭാഗത്തു നിന്നുള്ള സമ്പൂർണ്ണ ആഗ്രഹമാണ് ഇവിടെ പ്രതിഫലിക്കുന്നതെന്ന്. ഇപ്പോൾ 2000-ൽ അറിയാമല്ലോ, ഇവിടെ ABVPയുടെ സമരവുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷം ഉണ്ടാവുകയും ഒക്കെ ഉണ്ടായത് വലിയ വിവാദമായൊരു സംഭവം. അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ, കൈവിട്ടു പോകാൻ, നിങ്ങൾ പറഞ്ഞാൽ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അണികൾ കൈവിട്ടു പോകാനുള്ള എന്തെങ്കിലും സാധ്യത, അങ്ങനെ ഭീതി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ? ഒരു സമരം ആരംഭിക്കുന്ന സമയത്ത് ആ സമരം ഏത് രീതിയിൽ അവസാനിക്കും, ഏത് രീതിയിലൊക്കെ പോകുമെന്ന് നമുക്ക് ആർക്കും തന്നെ പറയാൻ സാധിക്കുകയില്ല. പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന്, യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള അക്രമം കാണിക്കാനല്ല വന്നിട്ടുള്ളത്. ജനങ്ങളുടെ വികാരം നിയമസഭയ്ക്ക് മുൻപിൽ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയാണ്. KM മാണിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ്. ഇനി ബോധപൂർവ്വം ഈ സമരത്തെ തകർക്കാൻ വേണ്ടി ഗവൺമെൻറ് തന്നെ ചില കാര്യങ്ങൾ കരുനീക്കുന്നു. ചില അക്രമികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇവിടെയൊക്കെ തന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ട് കരുനീക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. രാത്രിയിൽ തന്നെ യുവമോർച്ച നേതാക്കന്മാരെ, സമരരംഗത്ത് സജീവമാകാൻ സാധ്യതയുള്ള യുവമോർച്ച നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ശക്തമായി ഞങ്ങൾ പ്രതികരിക്കും. അക്കാര്യങ്ങളും നടത്തി യുവമോർച്ച നേതൃത്വത്തെ തളർത്താൻ നോക്കണ്ട. ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1000 നേതാക്കന്മാരെ രംഗത്ത് വരുന്ന അവസ്ഥയുണ്ട്. ഒരു ജയകൃഷ്ണനെ കൊലപ്പെടുത്തി മാർക്സിസ്റ്റ് പാർട്ടിക്ക് എല്ലാ ഡിസംബർ 1-ന് ആയിരക്കണക്കിന് ജയകൃഷ്ണൻ മാസ്റ്ററാണ്. മാണി സാർ പറയുന്നത്, KM മാണി പറയുന്നത്, ഒരു കാരണവശാലും ഈ നിയമസഭാ മന്ദിരത്തിൽ താമസിക്കുന്ന ഇടപാടൊന്നുമില്ല, ഔദ്യോഗിക വസതിയിൽ നിന്ന് തന്നെ വരും. ആ വെല്ലുവിളി എങ്ങനെ ഏറ്റെടുക്കും? അല്ല, ഔദ്യോഗിക വസതിയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, അങ്കിലേ ഞങ്ങൾ ജോലി കൂടുതൽ എളുപ്പമാവുള്ളൂ. ഇപ്പം നിയമസഭയ്ക്കകത്ത് ഞങ്ങൾക്ക് മാണിസാറും LDF-ആയിട്ട് ചേർന്ന് വോട്ട് ചെയ്ത് ഞങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആൾക്കാരില്ലല്ലോ. അപ്പം മാണിസാർ നിയമസഭയ്ക്ക് പുറത്തുനിന്ന് തന്നെ വരണമെന്നുള്ളതാണ്. പോലീസ് കർശന നിലപാടിലേക്ക് എങ്ങനെ നേരിടും അതിനെ? അല്ല, പോലീസ് അവരെ ജോലി ചെയ്തോട്ടെ, ഞങ്ങളുടെ ജോലി ചെയ്യാം. ഞങ്ങളുടെ ജോലി ചെയ്യാൻ പോലീസ് വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും. യുവമോർച്ച പ്രവർത്തകർ എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. മറ്റൊന്ന്, യുവമോർച്ചയുടെ ഭാഗത്തുനിന്നും അങ്ങോട്ട് യാതൊരു തരത്തിലുള്ള അക്രമം ഉണ്ടാക്കില്ല. ഞങ്ങളുടെ പ്രവർത്തകരെ ഉപദ്രവിക്കാൻ വേണ്ടി പോലീസ് തുനിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ശക്തമായ നിലപാടുകൾ. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം ഒരിടത്ത് കേന്ദ്രീകരിച്ചു, നിങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്നു. നിങ്ങൾ രണ്ട് രാഷ്ട്രീയം പറയുന്ന ആളുകൾ എന്ന നിലയ്ക്ക് എന്തെങ്കിലും തമ്മിലൊരു സംഘർഷത്തിന് സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യും? അല്ല, തമ്മിലൊരു സംഘർഷം ഉണ്ടാകേണ്ട ആവശ്യമില്ല. നിയമസഭ KM മാണിയെ നിയമസഭയ്ക്കകത്തുള്ളിൽ കയറുവാൻ അനുവദിക്കാതിരിക്കുക എന്ന സമരം ആദ്യം പ്രഖ്യാപിച്ചത് യുവമോർച്ചയാണ്. സ്വാഭാവികമായി ആ യുവമോർച്ച, അതിനുശേഷമാണ് LDF ആ സമരം പ്രഖ്യാപിച്ചത്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, നിലവിൽ നമ്മൾ പ്രസന്റ് സാഹചര്യത്തിൽ അതിനെ നിങ്ങൾ ഒരു ഇടത്ത് കേന്ദ്രീകരിക്കാം, LDF മറ്റൊരിടത്ത് കേന്ദ്രീകരിക്കുക, അങ്ങനെ ഒരു സാധ്യതയിലേക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതോ മിങ്കിൾ ചെയ്ത് നിന്ന് അതൊരു സംഘർഷത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയൊക്കെ ചിലർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നം ഒഴിവാക്കാൻ നിങ്ങൾ LDF-ആയിട്ട് സഹകരിക്കുമോ? അങ്ങനെ എന്തെങ്കിലും ആലോചന നടന്നിട്ടുണ്ടോ? അല്ല, സംഘർഷം ഒഴിവാക്കാനുള്ള സംഘർഷത്തിന് സാധ്യതയില്ല. പോലീസ് ഇടപെട്ട് സംഘർഷം ഉണ്ടാക്കുവാനുള്ള ഒരു സാധ്യത മാത്രമാണ് കാണുന്നത്. LDF പ്രവർത്തകർ ഞങ്ങൾ തമ്മിലുള്ള ഒരു തരത്തിലുള്ള സംഘർഷ സാധ്യതയുമില്ല. മറ്റൊന്ന്, ഈ ചില ഗേറ്റുകൾ LDF-ന് പതിച്ചു കൊടുത്തിരിക്കുന്നു, ചില ഗേറ്റുകൾ യുവമോർച്ച, അങ്ങനെയുള്ള ചർച്ചകളൊന്നും അടിസ്ഥാനരഹിതമാണ്. എല്ലാ ഗേറ്റുകളും യുവമോർച്ച പ്രവർത്തകരുണ്ടാകും. പ്രദീപ്, ഇതാണ് VV രാജേഷ് BJP വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും ഒരു ഗേറ്റിൽ മാത്രം യുവമോർച്ച പ്രവർത്തകർ കേന്ദ്രീകരിക്കും, ബാക്കി പ്രധാന ഗേറ്റുകളിൽ LDF പ്രവർത്തകർ കേന്ദ്രീകരിക്കും എന്ന് തരത്തിൽ വരുന്ന വാർത്തകളിലൊന്നും ഒരു വസ്തുതയില്ല. എല്ലായിടത്തും യുവമോർച്ച പ്രവർത്തകർ എത്തും തന്നെയാണ് പറയുന്നത്. അതായത് ഒരു കാരണവശാലും KM മാണിയെയോ മന്ത്രിമാരെയോ നിയമസഭയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല. ഇതൊരു